ഈ ഘട്ടത്തിൽ ചെങ്കോട്ടയിൽ നടന്നത് ഭീകരാക്രമണമാണ് എന്ന സ്ഥിരീകരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുകൂടി ഉണ്ടാവുകയാണ്. നേരത്തെ തന്നെ കേന്ദ്ര ഏജൻസികൾ അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഡൽഹി പോലീസ് UAPA ചുമത്തിയാണ് അന്വേഷണം ആരംഭിച്ചത്. NIA ഏറ്റെടുത്തിരുന്നു. പക്ഷേ നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധിയൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് ഔദ്യോഗികമായ പ്രതികരണം എവിടെയെന്ന്. ഇന്നിപ്പോൾ മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗത്തിന് ശേഷമാണ് ഈ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. നേരെ ഞാൻ നുസ്രത് ജഹാനിലേക്ക് പോകുകയാണ്. ശ്രീമതി നുസ്രത് ജഹാൻ, ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള അറസ്റ്റ് 4 ഡോക്ടർമാർ, അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ്, ഹരിയാന, ജമ്മു കാശ്മീർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും അറസ്റ്റിലായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള വ്യക്തികൾ, ഇതൊരു വൈറ്റ് കോളർ ടെററിസം എന്ന നിലയിലുള്ള വാർത്തകൾ ധാരാളമായി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ആശങ്ക, ഇത് ശരിക്കും കേരളം പോലെ ഒരു സംസ്ഥാനത്തിനുള്ള ഒരു മുന്നറിയിപ്പാണല്ലോ. കാരണം ഇസ്ലാമിക ഭീകര ശക്തികൾ ഒരുപക്ഷേ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കരുത്താർജിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ജമാഅത്തെ ഇസ്ലാമി തൊട്ട് ഇങ്ങ് പോപ്പുലർ ഫ്രണ്ട് തൊട്ട് SDPI വരെയുള്ള സംഘടനകൾക്ക് വലിയ സ്വാധീനം, ഹിജാബുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ, അതുപോലെ തന്നെ ഹലാൽ ഉള്ള ഹോട്ടലുകളിൽ മാത്രമേ ഭക്ഷണം കഴിക്കാവൂ എന്ന നിർദ്ദേശങ്ങൾ മുസ്ലിങ്ങൾക്കിടയിലേക്ക് കുത്തിവെക്കുന്നു. അപ്പോൾ ഈ ചെങ്കോട്ട സംഭവം, അതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അറസ്റ്റുകളുമൊക്കെ ശരിക്കും കേരളത്തിനുള്ള ഒരു മുന്നറിയിപ്പല്ലേ ശ്രീമതി നുസ്രത് ജഹാൻ? കേരളത്തിലുള്ള മുന്നറിയിപ്പായിട്ടാണല്ലോ ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്. മതേതരത്വത്തിന്റെ ആൾക്കാരോട് എനിക്കൊന്ന് പറയാനുള്ളത്, ഈ രാജ്യത്തെ ഇപ്പൊ ഈ പറഞ്ഞല്ലോ, ഇവര് രണ്ടുപേരും ഇപ്പൊ പറഞ്ഞു, നമ്മൾ പറഞ്ഞതിന് പിന്നെ അഫ്ഗാൻ വിദേശകാര്യ മന്ത്രി വന്നപ്പോ കെട്ടിപ്പിടിച്ചു, മറ്റേടത്ത് ഇങ്ങനെ പോയി ചെയ്തു. ദാറ്റ് ഈസ് ജിയോ പൊളിറ്റിക്സ്. ആദ്യം രാജ്യത്തിന്റെ അകത്ത് നടക്കേണ്ട സൗഹൃദവും അന്യോന്യമുള്ള മതേതരവും മനസ്സിലാക്കുക. പറഞ്ഞാൽ മാത്രം പോരാ മതേതരം എന്നുള്ള വാക്ക്. അതൊക്കെ വേൾഡിൽ സൈൻ ചെയ്ത എഗ്രിമെന്റ് അനുസരിച്ചിട്ട് ഒരു രാജ്യത്തെ വിദേശകാര്യ മന്ത്രി വരണമെന്ന് ആഗ്രഹിച്ചാൽ ഇന്ത്യയിൽ വരും. ഇറാനിന് പെട്രോൾ വാങ്ങണം, അതൊക്കെ ഒരു കരാറുകളാ. എന്നാലേ ഈ ലോകം നിലനിൽക്കൂ. അല്ലാതെ ഈ ഇട്ടാവട്ടത്തുള്ള ഈ കാര്യങ്ങളും നമ്മൾ അങ്ങോട്ട് പറയാന്ന് വിചാരിക്കരുത്. ഇതൊന്നും മണ്ടന്മാരെ പോലെ വന്നിട്ട് ഇത്ര വലിയ നേതാക്കളൊന്നും ഇതുപോലത്തെ മണ്ടത്തരം പറയരുത്. അത് ലോകത്തിൽ നിയമമുള്ള. അതേപോലെ ഒരു കാര്യം, 1999 കണ്ടഹാർ വിമാനം റാഞ്ചി കൊണ്ടുപോയ കഥ പറഞ്ഞു. അത് BJPന്റെ കാലഘട്ടത്തിലായിരുന്നു. BJPയുടെ കാലഘട്ടത്തിലായിരുന്നു ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം തട്ടിക്കൊണ്ട്. അതിനുശേഷം ലോകത്ത് എവിടെയെങ്കിലും ഒരു വിമാനം തട്ടിക്കൊണ്ടതായി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അന്ന് വന്ന വേൾഡ് എൻഡോഴ്സ്മെന്റ് ആണ്. ഒരു ഇതാണ്, ഏത് വിമാനം ആര് തട്ടിക്കൊണ്ടു പോയാലും അതുവരെ വിമാനം തട്ടിക്കൊണ്ടുപോയി ടെററിസ്റ്റുകള് നമ്മളെ വില പേശുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് ലാസ്റ്റ് സ്ഥാനാണ് അത് വന്നത്. അതിനുശേഷമാണ് ഇത് വന്നിരിക്കുന്നത്. ആര് തട്ടിക്കൊണ്ടുപോയാലും കൊണ്ടുപോവാ, പോയോന് പോയി, അത്രയേ ഉള്ളൂ. കാരണം അങ്ങനെ ഒരു സംഭവം ഇനി ലോകത്ത് ഇല്ലാണ്ടിരിക്കുക. അത്രയും വലിയൊരു ഭീകരനെ ഇന്ത്യ വിട്ടുകൊടുക്കേണ്ടി വന്നതിന്റെ അവസ്ഥയിൽ ഉണ്ടാക്കിയ ഒരു എഗ്രിമെന്റ് ആണ്. ഇറ്റ്സ് എൻ ഇന്റർനാഷണൽ റൂൾ. ഇനി ഒരിക്കലും അതുകൊണ്ടാണ് ഇപ്പൊ വിമാനം റാഞ്ചല്ല, മലേഷ്യൻ വിമാനം ആകാശത്ത് കാണാതായി, അഹമ്മദാബാദിലെ വിമാനം കത്തിച്ചാമ്പലായി ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ. അപ്പൊ ഇങ്ങനെ ഒരു സാധനത്തിന് ഇനി ആരും പറയില്ല. അപ്പൊ അതുകൊണ്ട് ആ കണ്ടഹാർ വിമാനത്താവളത്തിന്റെ ആ ഒരു അത്രയും വലിയൊരു ടെൻഷൻ എടുത്തുകൊണ്ടാണ് ലോകം അതിങ്ങനെ ഒരു എഗ്രിമെന്റിലേക്ക് വന്നതെന്നുള്ള ഈ ജനം TV കേട്ടിരിക്കണോള് മനസ്സിലാക്കുക. ഇനി ഒരിക്കലും ഒരു രാജ്യവും, ഇന്ത്യ എന്നല്ല ഒരു രാജ്യവും ഒരു തട്ടിക്കൊണ്ടൽ പോവലിന് വില പേശാൻ പോവില്ല. നമ്മളെ കർമ്മഫലമായി കൃഷ്ണൻ പറഞ്ഞ പോലെ നമ്മൾ അനുഭവിക്കുക എന്നുള്ള പോലെ അത്രയ്ക്ക് ദൈവത്തിനും നമ്മളെ കാക്കാൻ പറ്റുന്നുള്ള ചിന്തയിൽ വരണം. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്രയും ഷോർട്ടായിട്ടുള്ള ജനത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള ഈ ഷോർട്ട് പീരീഡിൽ രാജ്യത്തിനകത്തുണ്ടാക്കുന്ന അസഹിഷ്ണുതയ്ക്ക് ഉത്തരം പറയാം. മതം ചെയ്താണെങ്കിൽ, ഞാൻ ചെയ്താണെങ്കിൽ, നിങ്ങൾ ചെയ്താണെങ്കിൽ അത് പറയാൻ പഠിക്കുന്ന ഒരു മനസ്സ് ഓരോ വ്യക്തിക്ക് ഉണ്ടാവുക എന്നുള്ള സത്യസന്ധതയാണ് ഈ രാജ്യത്തിനകത്ത് വേണ്ടത്. അല്ലാതെ കാസ്റ്റ് നമുക്ക് ആർക്കെങ്കിലും അറിയായിരുന്നു ആവണക്കണ്ണന്റെ കുരു കൊണ്ട് ഇത്രയും വലിയ വിഷം ഒരു ഡ്രോപ്പ് ഇട്ടാല് അവിടെ ഒരു സെക്കൻഡ് കൊണ്ട് മരിച്ചു വീഴുന്ന വിഷമാണ് ഒരുത്തന്റെ കയ്യിൽ നിന്നല്ല ലക്നൗ ഒരു ഡോക്ടറിന്റെ കയ്യിൽ വെച്ച്. അതൊരു മുസ്ലിമാ. ഇതിൽ വന്ന ഒരാൾ മുസ്ലിം അല്ലാത്തല്ല, മതം പറഞ്ഞാണ് ഈ മുസ്ലിങ്ങളെല്ലാം ഇവരെ ട്രെയിൻ ചെയ്തത്, പഠിപ്പിച്ച്. വിദ്യാഭ്യാസം വന്നാലും പൈസ വന്നാലും ഈ ലിറ്ററസി വന്നാൽ ഉണ്ടാവുക എന്നുള്ള സത്യ. എന്റെ ജീവൻ ചിലപ്പോൾ ഭീഷണിയിലാവും, പക്ഷെ ഞാൻ പേടിക്കുന്നില്ല. ജനിച്ചാ മരിക്കണം എന്നുള്ള ഒരു സത്യം മാത്രം ഈ ലോകത്ത് ആലോചിച്ചുകൊണ്ട് ആരും ഇല്ലാതെ ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് ആ ഒരു ഒരു സംഘടനകളെ വളർത്തിക്കൊണ്ടുവരുമ്പോ അവർക്ക് എന്താ ഈ ഡോക്ടേഴ്സിനൊക്കെ ഉണ്ടായിരുന്ന ലക്ഷ്യം? ഒരു ഇസ്ലാമിക രാജ്യം അവന്റെ രാജ്യത്ത് ഉണ്ടാക്കുക. അതിന്റെ അപ്പുറം ഒന്നും ഇല്ലല്ലോ.
ചുറ്റിലുള്ള എല്ലാ രാജ്യങ്ങളും എന്താണ് ഇസ്ലാമിക രാജ്യ. ഇന്ത്യനെ ഇസ്ലാമിക രാജ്യാക്കാൻ ആരൊക്കെ വരുന്നു അവരല്ലേ പൊട്ടിത്തെറിച്ചത് ഇന്നലെ. അവരുടെ ആൾക്കാരെയല്ലേ അറസ്റ്റ് ചെയ്ത്. മോദിന്റെ അങ്ങേക്ക് ഇതിന് മറുപടി നൽകാം. ഒപ്പം ഇതൊരു വലിയ ആശങ്കയായി കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ ചർച്ചയാകുന്നുണ്ട്. കാരണം ഈ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ജിഹാദി ശക്തികൾ അറസ്റ്റിലാകുന്ന ഘട്ടത്തിൽ ഇതിന് ഏറ്റവും സ്വാധീനമുള്ളൊരു സംസ്ഥാനം കേരളമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ IS റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ലവ് ജിഹാദ് പോലെയുള്ള കേസുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം ശക്തികൾക്ക് വലിയ സ്വാധീനം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അപ്പോൾ അങ്ങ് ഈ ചർച്ചയിൽ പ്രതിനിധീകരിക്കുന്നത് കേരളം ഭരിക്കുന്ന സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണല്ലോ. CPM-ന്റെ പ്രതിനിധി ഇല്ലെങ്കിലും നാഷണൽ ലീഗ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങേക്ക് മറുപടി പറയാം. ഒരു വേവലാതിയും വേണ്ട, ഒരു ആശങ്കയും വേണ്ട. കേരളം എന്നുള്ളതല്ല നമ്മുടെ രാജ്യം, പ്രിയപ്പെട്ട നമ്മുടെ മാതൃരാജ്യം ഒരു കാരണവശാലും ഒരു ഭീകരവാദിക്ക് മുമ്പിലും തലകുനിക്കില്ല. ഏതെങ്കിലും ഒരു വിചിത്രമായ രൂപം, ഒരു തൊപ്പിയും താടി വെച്ച് അല്ലെങ്കിൽ ഒരു പർദ്ദയിട്ട ഒരു പെണ്ണിനെ കൊണ്ടിരുത്തിയിട്ട് ഇന്ത്യ രാജ്യം അപകടത്തിലാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഇന്ത്യ രാജ്യം അപകടത്തിലല്ല. അത്തരത്തിലുള്ള ഒരു അപകടവും ഇങ്ങനെ ഭീകരാക്രമണമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു തിരിച്ചടിയൊന്നും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അങ്ങനെയല്ല, ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. ഞാൻ കേരളത്തെ പറ്റിയാണ് ചോദിച്ചത്. അല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഭരണ സംവിധാനങ്ങളുണ്ട്, അന്വേഷണ ഏജൻസികളുണ്ട്. അതൊന്നും അല്ല, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ നേരത്തെ ഇവിടെ പരിഹസിക്കപ്പെട്ട ഹിജാബും അതിനോടൊപ്പം തട്ടമിട്ടവരും അല്ലെങ്കിൽ സിന്ദൂര കുരി ചാർത്തിയവരും ചന്ദനക്കുരി ചാർത്തിയവരും ഒക്കെ ഉള്ള ഒരു വലിയ തലമുറ ഇവിടെ ജീവിക്കുന്നുണ്ട്. അവരൊക്കെ സ്നേഹാദരവോടുകൂടി ഈ രാജ്യത്തിൻ്റെ മക്കളായിട്ട് ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം അത്തരത്തിലുള്ള ഒരു ഭീകരാക്രമണവും നടക്കില്ല. എന്ന് മാത്രമല്ല, ഒന്നുകൂടി നിങ്ങളെ ഉണർത്താൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ അബ്ദുള്ള സാഹിബ് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് പറഞ്ഞതുപോലെ ഞാൻ കൃത്യമായിട്ട് പറയുന്നു, ഞങ്ങളെ സംബന്ധിച്ചൊരു എന്നെപ്പോലുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഭൂമി ലോകത്തെ ഏറ്റവും വലിയൊരു സ്വർഗ്ഗഭൂമിയാണെന്ന് പറയുന്നത് പിന്നെ ആരുടെ സർട്ടിഫിക്കറ്റ് വേണ്ടിയല്ല, അത് ഹൃദയം കൊണ്ട് പറയുന്നതാണ്. കാരണം 120 രാജ്യത്തെ വിദേശ രാജ്യത്ത് പോയി ഈ 120 രാജ്യത്തെ ജനങ്ങളുമായിട്ടൊക്കെ സംവദിക്കാൻ അവസരം ലഭിച്ചവരാണ് മലയാളികൾ ഭൂരിഭാഗവും, വിശേഷിച്ച് മുസ്ലിങ്ങൾ. അവരൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സൗദി അറേബ്യയിലോ UAE-യിലോ ലഭിക്കാത്ത ഒരു സ്വാതന്ത്ര്യവും ഒരു ഐക്യവും ഒക്കെ ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് ലഭിക്കുന്നത് ഇന്ത്യയാണ്. അതിൽ നമ്മുടെ ഗുരുജിയെ പോലെയുള്ളവർക്കൊക്കെ കുറേ അസഹിഷ്ണുത കാണും. പക്ഷേ രാജ്യത്ത് ശക്തമായൊരു ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം, മഹാഭൂരിപക്ഷം വരുന്ന ഭഗവത്ഗീതയിലും രാമായണത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ഒരു വലിയ ജനസംഖ്യ ഇവിടെ ഉള്ളിടത്തോളം നമ്മൾ വലിയ ഐക്യതയോടുകൂടി മുന്നോട്ട് പോകും. ഒരു ഭീകരവാദിക്കും, അത് കുറിചാർത്തിയ ഭീകരവാദിയായാലും തട്ടമിട്ട ഭീകരവാദിയായാലും തൊപ്പിയും താടിയും വെച്ച ഭീകരവാദിയായാലും അത്തരം ഭീകര തീവ്രവാദികൾക്ക് മുമ്പിൽ ഈ രാജ്യം തലകുനിക്കില്ല. നിങ്ങൾ വേവലാതിപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായം. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി അങ്ങേക്ക് മറുപടി നൽകി ഈ ചർച്ച അവസാനിപ്പിക്കും. ജലീൽ പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഹിന്ദുക്കൾ നിലനിൽക്കുന്നിടത്തോളം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സുരക്ഷിതരായും സമാധാനത്തോടെയും ജീവിക്കും. ഇസ്ലാമിക രാഷ്ട്രത്തിൽ പോലും കാണാത്ത സൗഹൃദവും സ്നേഹവും കൊടുത്തു വരവേറ്റ ഹിന്ദു രാജാക്കന്മാർ ഇവിടെ ഉണ്ടായതുകൊണ്ടാണത്. നിങ്ങളുടെ മതപ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന മതരാഷ്ട്രങ്ങളിൽ പോലും ഇല്ലാതെ നിങ്ങൾ തന്നെ സമ്മതിച്ച ആ സമാധാനം ഇവിടെ ഉറപ്പാക്കുന്നത് ഇവിടുത്തെ ഹിന്ദു ഭൂരിപക്ഷ ജനത ഉള്ളതുകൊണ്ടാണ്. അവരുടെ ഇടയിൽ ബോംബ് പൊട്ടിച്ച് ചാവേറായി നിൽക്കുന്നവരോട് നിങ്ങൾ തന്നെ പറഞ്ഞു തിരുത്തണം, ഈ തെമ്മാടിത്തരം നിൽക്കരുത്, ഇതിന്റെ തിരിച്ചടി 10 ഇരട്ടി ആയിരിക്കും, അതുകൊണ്ട് നമുക്കെല്ലാം സമാധാനം നഷ്ടപ്പെടും. നിങ്ങൾ തന്നെ പറഞ്ഞു മനസ്സിലാക്കിയാൽ മതി. ഞാൻ നാളിന്ന് വരെ ഒരു മുസ്ലിമിനെ നുള്ളി നോവിച്ചിട്ട് പോലുമില്ല. അപ്പൊ എന്റെ പേരിൽ അങ്ങനെ ഭീകരവാദം ചാർത്തണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സമുദായത്തോട് പറയുക, ദയവ് ചെയ്ത് ഇസ്ലാമിക ഭീകരവാദം പുറത്തെടുക്കരുത്. എടുത്താൽ അത് വലിയ കലഹത്തിലേക്ക് പോവുകയും 21-ലെ പോലെയല്ല, വലിയ നഷ്ടങ്ങൾ, വലിയ നികത്താനാവുന്ന നഷ്ടങ്ങൾ ഉണ്ടാവും. ഹിന്ദുക്കൾ ഉള്ള ഭൂരിപക്ഷമായി ഉള്ളിടത്തോളം കാലം എല്ലാവരും സുരക്ഷിതരായിരിക്കും എന്ന് എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്നത് എന്റെ ധർമ്മത്തിന്റെ മഹത്വമാണ്. ആ ധർമ്മം ഇവിടെ നിലനിൽക്കണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ചർച്ചയുടെ അവസാന വാക്കുകൾ പറയാം.